ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൊട്ടീനൊന്നുമല്ല, കാണിച്ച് സിമ്പിളായിട്ടുള്ള റൊട്ടീനാണ്. എന്ന് പറഞ്ഞാൽ മറ്റേ ഗുവാഷ ടൂൾസ് വെച്ചിട്ടുള്ളതൊന്നും അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ എനിക്ക് പക്ഷേ ഞാൻ കൈവച്ച് ചെയ്തിട്ട് നല്ല ചേഞ്ച് ഉണ്ട്. നേരത്തെ എൻ്റെ മൂക്ക് കണ്ടിട്ടുള്ളവർക്കറിയാം, വളരെ വലിയ മൂക്കാണ്. പക്ഷെ ഇപ്പം ഒരുപാട് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 4 to 5 days ആയിട്ടുള്ളൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഒന്ന് കുളിക്കണം. ഞാൻ ഒരു ദിവസമായിരുന്നല്ല, ഞാൻ കുളിച്ചിട്ടില്ല. അപ്പം എനിക്കൊന്ന് ആദ്യം കുളിക്കണം. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി സാവധാനത്തോടെ ഒന്ന് കുളിക്കണം. ഷവർക്ക് ഇട്ടിട്ട് ബോഡി വാഷൊക്കെ തേച്ച് കുളിക്കാം. എക്സസൈസ് ചെയ്തിട്ട് കുളിക്കാം, അതായിരിക്കും നല്ലത്. കുളിച്ചിട്ട് പിന്നെ സ്കിൻ കെയർ ചെയ്യും ഞാൻ. അതിന് മുന്നേ ഞാൻ ഫേസിൽ കുറച്ച് എക്സസൈസ് ചെയ്യും. പിന്നെ രാത്രി നല്ലോണം തല മസാജ് ചെയ്യും. അത് മെയിനാണ്. ഒരു 5 മിനിറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു 3 മിനിറ്റെങ്കിലും തല മസാജ് ചെയ്യും. പിന്നെ ചോലൻ, അതെനിക്ക് ഇവിടെ കുറച്ച് മസിലുണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെയില്ല. മ്യൂൺ ചെയ്യുമ്പോൾ അത് പൊക്കോളും, കുഴപ്പമില്ല. പിന്നെ സ്കിന്നിൽ നിങ്ങൾക്ക് കാണാം പിമ്പിൾസ് അങ്ങനെ ഇല്ല. ഇവിടെ ഒരെണ്ണം, അത് ഈ പീരീഡ്സ് ആവാറായി, അപ്പം എനിക്കിങ്ങനെ കുറച്ച് വന്ന് തുടങ്ങി. അല്ലാതെ എനിക്ക് ഇങ്ങനെ കുരുക്കളൊന്നും വന്ന് ശല്യപ്പെടുത്താറില്ല. കാരണം ഡെയിലി ബേസിസിൽ ഞാൻ സൺസ്ക്രീൻ പോലും ഉപയോഗിക്കത്തില്ല. ലിപ്പ, ചുണ്ട്, പിഗ്മെൻറ്റേഷൻ, ഞാൻ ഇപ്പോൾ ലിപ്സ്റ്റിക് ഇടാറില്ല. എനിക്ക് ക്യാമറയിൽ എനിക്ക് തോന്നുന്നില്ല അത്ര അറിയാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല ഒരു വീഡിയോയിലും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇമോജി വെച്ചതുള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് മുടി ചെയ്യുക. സോ ഗായ്സ്, ഞാൻ ചീപ്പ് വന്നിട്ടുണ്ട്. ആസ്തരിക് ആയിട്ടുള്ള ചീപ്പാണ്. ചുമ്മാ എല്ലാം വാങ്ങണം എനിക്ക്. അതിനാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാരെല്ലാം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ സക്സസ്സിലോട്ടുള്ള ഒരു ലക്ഷ്യം അതിങ്ങനെ കൂടി വരാണ്. ദൈനംദിനം കൂടുക എന്നൊക്കെ പറയത്തില്ലേ, ഫ്രം ദ റിജക്ഷൻസ് ആൻഡ് റിഫ്ലക്ഷൻസ് എന്നൊക്കെ. അപ്പം അതുകൊണ്ടൊക്കെ എനിക്കിങ്ങനെ സക്സസ് ആവണം ഭയങ്കര ആഗ്രഹമാണ്. അപ്പം നമുക്ക് മുടി ചെയ്യാം. ഓക്കെ, സോ ഈ ക്ലിപ്പ് അത്യാവശ്യം എല്ലാവരുടെയും കാണും. എനിക്കും ഇല്ലായിരുന്നു. ഇപ്പം 15 രൂപ നിങ്ങളുടെ സാധാ കടയിലൊക്കെ പോയി നോക്കുക. ഒരുപാട് ക്വാളിറ്റി ഒന്നും നോക്കാൻ തന്നെ കിട്ടത്തില്ല. 10-15 രൂപയ്ക്ക് കിട്ടുമ്പോൾ വാങ്ങുക. അഹങ്കാരം കാണിക്കരുത് നമ്മൾ. ഓക്കെ, എൻ്റെ ഫ്രണ്ടിലത്തെ മുടി എപ്പോഴും ചുരുണ്ട് കിടക്കത്തുള്ളൂ. വേറൊരു സമയം കാണിച്ചില്ല. എൻ്റെ ഇവിടുത്തെ മുടിയൊക്കെ ലൈക്ക് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല. ഞാൻ ചീപ്പ് കാണിച്ചു തരാം. I will show you after combing my hair. ചിലപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്യും കേട്ടോ, എനിക്ക് അറിയത്തില്ല. മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് കൊടുക്കും. ഇത് വെച്ച് മസാജ് ചെയ്യുക. അതിന് ഞാൻ ആദ്യം നിങ്ങൾ 2 തുള്ളി എണ്ണ എടുക്കുക, ജസ്റ്റ് 2 drops. എന്നിട്ട് തുമ്പിൽ മാത്രം തേക്കുക. തുമ്പിൽ മാത്രം, തുമ്പിൽ സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ ഇങ്ങനെ തേച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് ഇവിടെ തേക്കാം. എന്നിട്ട് എഗെയിൻ ഒരു 2 തുള്ളി എടുക്കുക. എന്നിട്ട് തല മസാജ് ചെയ്യുക. കുളിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സുഖം പോലെ. കുളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇങ്ങനെ ഒരു ഫ്രഷ്നെസ് ആണ്. പക്ഷെ കുളിക്കാൻ ഭയങ്കര മടിയായിരിക്കും. കുളിച്ച് കഴിഞ്ഞാൽ സുഖമുണ്ടല്ലോ, ദാറ്റ് ജസ്റ്റ് ഫീൽ ലൈക്ക് ഹെവൻ. എന്താ ഹെവൻ പോലെ നമുക്ക് തോന്നുന്നു. കുളിച്ച് കഴിയുമ്പോൾ ഒരു സമാധാനം ഇങ്ങനെ തണുത്ത് നല്ല സുഖമായിരിക്കും. പക്ഷേ ഞാനൊരു മന്ദബുദ്ധിത്തരം കാണിച്ചു. ഞാൻ എക്സസൈസ് ചെയ്യാതെയാണ് കുളിച്ചത്. എക്സസൈസ് ചെയ്യാമെന്ന് കരുതില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്കിൻ കെയർ കാണിച്ചു തരാം. സോ ഗായ്സ്, ആഫ്റ്റർ ദ എക്സസൈസ് ഞാൻ എൻ്റെ സ്കിൻ കെയർ അപ്പം നിവ്യയുടെ സോഫ്റ്റ് ലൈറ്റ്
ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. നിവിയുടെ സോഫ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീം എടുക്കുക. ആൻഡ് ജോലൈൻ്റെ ഇവിടെയും തേക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുക. ഇതൊരു എക്സസൈസ്. ഇതൊരു 10 വട്ടമൊക്കെ ചെയ്താൽ മതി. ഇപ്പം ഞാൻ 4 ആയെന്ന് തോന്നുന്നു. ഇനി ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഒരു 30 സെക്കൻഡ് ചെയ്യാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ലിപ് ബാം. ഇത് നിങ്ങൾക്ക് കാണാം, സ്ക്രാച്ച് അമിന് കിട്ടിയ പോലത്തെ ഒരു ലിപ് ബാം. കാരണം ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണും പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുത്താണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ കട്ടിൽ കാണിച്ചു തരാം. വെറൈറ്റി നൂതനപരമായ ടെക്നോളജി ഉപയോഗിച്ചുള്ള കട്ടിലാണ്. ഞാൻ 2 കട്ടിലുണ്ട് വീട്ടിൽ. വീഡിയോയിലൊരു ഭംഗിയൊക്കെ ഉണ്ട്. സോ ദ ക്രീം ഈസ് പോൺസ് ക്രീം സിറം നൈസമേ. ഇത്രേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ. ആകെ 3 കാര്യം. അതിനാണ് ഞാനൊരു 10-15 മിനിറ്റുള്ള വീഡിയോ. 10-15 മിനിറ്റ് വരും, പിന്നെ വരാതെ അത്രയൊക്കെ വന്ന വീഡിയോ. പിന്നെ മുടി കെട്ടും, അത്ര തന്നെ. പിന്നെ ഇപ്പോൾ ഉണങ്ങിയില്ല. ഞാൻ താമസിച്ചപ്പോൾ കിടക്കാനൊന്നും പറ്റില്ല, അമ്മ അടിക്കും. അപ്പോഴേക്കും ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് അടിക്കുക, ഡിസ്ലൈക്ക് അടിക്കരുത്. ഡിസ്ലൈക്ക് അടിക്കുന്നതിന് 5 രൂപ കടിക്കട്ടെ ഭുവനേശ്വര. 5 ഓക്കെ, ഡിസ്ലൈക്ക് അടിക്കുന്നതിന് 5 രൂപ അടിക്കുക. ലൈക്ക് പോലും വരെ അടിക്കാനുള്ള, പിന്നെയാണ് ഡിസ്ലൈക്ക്. ചുമ്മാ നമ്മുടെ ആഗ്രഹമില്ല, നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മളെല്ലാം ഉള്ള പോലെ ഇരിക്കുക. അപ്പോൾ ഗായ്സ്, ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വ്ളോഗ്. ഇനി TV കാണാൻ കിടന്നുറങ്ങുക. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.